ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ അവിടെ കിട്ടിയിട്ടുണ്ടാവും. എത്താൻ വഴിയുണ്ട്, എത്തിക്കഴിഞ്ഞു കേട്ടാ. പിന്നെന്താ അപ്പക്കപ്പം എത്തും. അതിനെക്കാളും സ്പീഡല്ലേ ഇത്. എത്തിട്ടാ. കാര്യങ്ങൾ എന്താ? പരിപ്പും കായും കൂടി ഉള്ളൊരു കൂട്ട്. അതാണ് കേട്ടാ. അങ്ങനെയാണ് പറയുന്നതിന്. അങ്ങനെ പറയുകയാണെങ്കിൽ പരിപ്പ് ഒരുപാട് അങ്ങോട്ട് വേവരുത്, ഒരു മുക്കാ വേവ്. അപ്പൊ നമുക്ക് ഈ കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുക്കാ വേവായ പരിപ്പിലേക്ക് കായ ഇട്ട് കൊടുക്കുക അല്ലേ? അങ്ങനെ പരിപ്പ് വേവുമ്പോഴത്തെ സമയാവില്ലേ പറഞ്ഞിട്ട് ഞാനത് വേവിച്ചു. ബുദ്ധിശാലി, ബ്രില്യന്റ്. അതിട്ടു. പിന്നെ അതിന്റെ സാധനങ്ങൾ വേണ്ടത് ഞാൻ പറയാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ആദ്യം അതവിടെ കിടക്കട്ടെ അല്ലേ? മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതിനുള്ളതുള്ളൂ ചെറിയൊരു സ്പൂണ് മുളക് പൊടി. അതിട്ടിട്ട് ഇച്ചിരി വെള്ളം മതി. ഇനി അത് അടച്ച് വെക്കാം. ഉപ്പും കൂടി. എന്തുകൊണ്ടാണ് ഈ കല്ലുപ്പിടുന്നതമ്മ? കല്ലുപ്പാണ് സ്വാദ്. എന്തിനും നമുക്ക് സ്വാദ് കല്ലുപ്പാണ്. അപ്പം ഇത് ഇങ്ങനൊരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്ര വേണം ഇതിന്. ഈ മസാലയൊക്കെ എത്ര വേണ്ടു. ഇനി നമുക്ക് വറവിടാനുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പം ഇത് വേവട്ടെ, അവിടെ കിടന്ന് വേവട്ടെ. പിന്നെ അതിന് വേണ്ടത് എന്തായാലും എന്താ, കുറച്ച് നാളികേരം ജീരകം കൂടി ഒന്ന് നന്നായി അരച്ചിട്ടില്ല, കുറച്ച്. നന്നായി അരക്കാനിരുന്നു അങ്ങനെ വേണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഒരു നുള്ള് ശർക്കര. അതെന്തിനാ അമ്മയ്ക്ക് ഇടയ്ക്കെടുത്ത് കഴിക്കാൻ അല്ല. പിന്നെ വറവിടാൻ കടുക്, കറിവേപ്പില, എണ്ണ. ഇത്രയേ വേണ്ടു. ഓക്കെ. അമ്മ അഹങ്കാരി അല്ല, അഹങ്കാരി എന്നല്ല, അമ്മേനല്ല പറഞ്ഞ്. അമ്മ അഹങ്കാരം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ചില മനുഷ്യൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്നൊരു സംഭവമാണ്. അത് എപ്പോഴാണ് വരിക എന്നറിയോ അമ്മയ്ക്ക്? നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, അത്യാവശ്യം നമ്മുടെ കയ്യിൽ കുറേ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പ്രാപ്തരായി എന്ന് തോന്നുമ്പോൾ ചിലർക്ക് അഹങ്കാരം. ചിലർക്ക് എങ്ങനെ അറിയോ? അഹങ്കാരേ ഉണ്ടാവില്ല, ഭയങ്കര വിനയായിരിക്കും കേട്ടോ. അങ്ങനെ 2 ടൈപ്പ് ടിപ്പിക്കൽ ആൾക്കാരുണ്ട്. ചിലർ എത്രത്തോളം തനിക്ക് സമ്പത്തും കാര്യങ്ങളും വന്നാലും അത്രത്തോളം ഡൗൺ ടു എർത്താവുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഒരുപാട് പേരൊന്നും പറയില്ല. വലിയൊരു സ്വർണ്ണക്കടയുടെ ഉടമ, ആ ഉടമയുടെ ഒരേ ഒരു മകളുടെ കല്യാണം അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു മാലയും കൊണ്ട്. എന്ന് വെച്ചാൽ ഈ കേരള അല്ല, ലോകത്തെല്ലാ സ്ഥലത്തും സ്വർണ്ണക്കടയുള്ള ഒരു വ്യക്തിയുടെ മകളാണ് കേട്ടോ. അവരെങ്ങനെയൊക്കെ സ്വർണ്ണത്തിൽ മുങ്ങുക. പക്ഷെ അവർ ചെയ്തത് അത്ര സിമ്പിളാണ്. കാരണം അത് കണ്ടു മടുത്തു അവർ. അതുകൊണ്ട് അവർക്ക് എന്താന്ന് പറഞ്ഞാൽ അതിനോടൊരു ആർത്തിയോ അല്ലെങ്കിൽ ഇതൊക്കെ എന്താണെന്നൊരു അത്ര മതിയായി. ഇതിലൊക്കെ എന്താ ഇപ്പോൾ ഉള്ളത്? അതേ ചില ആൾക്കാരാകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. എത്ര എണ്ണ മേടിച്ചാലും മതിയാവില്ല, എത്ര എണ്ണ ഇട്ടാലും മതിയാവില്ല. അങ്ങനെ 2 വിഭാഗം ആൾക്കാരുണ്ട്. സ്വാഭാവികം. അത് ഭൂമിയുള്ള കാലം മുതൽ ഉള്ളത് തന്നെയാണ്. ഇന്നല്ല, പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പണ്ട് കാലല്ലേ? അത്ര പണ്ടല്ല, അത്ര പണ്ടല്ല നമ്മുടെ. എന്നാലും ചെറിയൊരു പണ്ട് കാലത്തൊക്കെ തൊട്ടല്ല, മനുഷ്യനുണ്ടായ കാലം തൊട്ടും ആർത്തി ഉള്ളവരും ആർത്തി ഇല്ലാത്തവരും അങ്ങനെ 2 വിഭാഗം ജനങ്ങൾ എന്നും ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരുടെ കുടുംബത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ഏതെങ്കിലും ഒരുത്തൻ എല്ലാവരെക്കാട്ടിലും മികച്ചൊരു വ്യക്തി ഉണ്ടാവും, സമ്പത്തും കൊണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു ധാരണ ഉണ്ടാവും കേട്ടോ, സ്വാഭാവികമായിട്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, അവൻ്റെ മുന്നിൽ ചെറുതായി ജീവിച്ചവർ എന്നും ചെറുതായി ജീവിക്കണം എന്നൊരു ചിന്താഭാവം ഉണ്ടാവും. അതുപോലെ തന്നെ അവരോട് എന്തെങ്കിലും സഹായങ്ങൾ ചോദിക്കുമ്പോൾ അവരത് നൽകണം. അവർ സഹായം ചോദിക്കാത്തൊരു സ്ഥിതിയിലേക്ക് അവർ വരാൻ പാടില്ല എന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യും. കാരണം എന്നും എൻ്റെ താഴെ ഉണ്ടാവണം, അവരൊരിക്കലും മെച്ചപ്പെടാൻ പാടില്ല, നന്നാവാൻ പാടില്ല എന്ന് വെച്ചാൽ മനുഷ്യന് സർവ്വതും ആയി കഴിയുമ്പോൾ മനുഷ്യൻ തന്നെ ദൈവമാണെന്നുള്ളൊരു ഭാവം വരികയാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു ഇത്രയും നോളേജ് എവിടുന്നെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പേരും ഭിക്ഷ മാത്രമാണ്. ഈ നോളേജ് എന്ന് പറയുന്നത് നമുക്ക് മാത്രം കിട്ടുന്നതൊന്നുമല്ല, ഈ ലോകത്തുനിന്ന് എല്ലാ മനുഷ്യർക്കും ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു സംഭവമാണ് നോളേജ്. കാരണം അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ആരോ ഉണ്ടാക്കിയതാണ്, ഈ പ്രപഞ്ചത്തിൽ സ്ഥിരമായിട്ട് ഉള്ളതാണ്. അപ്പം അതും കൊണ്ടൊരു അഹങ്കാരം, അങ്ങനെ ഒരു വിഭാഗം. അത് കഴിഞ്ഞാൽ സമ്പത്ത്, എൻ്റെ അടുത്ത് കൈനീട്ടുന്നവർ എൻ്റെ അടുത്ത് കൈനീട്ടി തന്നെ ജീവിക്കണം. അങ്ങനെ ഒരു കുടുംബത്ത് ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സമ്പർക്കം വിട്ടുകഴിഞ്ഞാൽ
ഞാൻ സഹായിക്കണത് നിർത്തിക്കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാണ്ടാവുമെന്ന് വിചാരിക്കണ എത്രയോ പേര് ഓരോ കുടുംബത്തും ഉണ്ടാവും. അത് പറയാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും. അതെങ്ങനെ പറയാൻ പറ്റും, അതെന്തുകൊണ്ട് പറയണം, പറഞ്ഞാൽ നാളെ എനിക്കൊരാവശ്യം വരുമ്പോൾ അവരെന്നെ സഹായിക്കില്ല എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ, എന്ന് വെച്ചാൽ എന്നെക്കൊണ്ടൊന്നിനും സാധിക്കില്ല എന്നുള്ള വിശ്വാസക്കുറവും, അവരില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസക്കുറവും, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കോ ഞാനില്ലെങ്കിൽ ഇവരാരും ഒന്നും അല്ല എന്നുള്ള അഹംഭാവവും ഉണ്ടാവും. അപ്പോൾ മനുഷ്യൻ സ്വയം ചില സമയങ്ങളിൽ ദൈവമാവാൻ ശ്രമിക്കുകയാണ്. കാരണം ഞാൻ തന്നെയാണ് മികച്ചത്, ഇവൻ ഒരിക്കലും എൻ്റെ മുകളിലേക്ക് കയറി വരാൻ പാടില്ല, ആ ഒരു അസൂയ മനോഭാവം. അവർക്ക് വേണ്ട സൗകര്യങ്ങളും ദൈവം ഒരു കരുണയിൽ ദൈവത്തിന്റെ ധാരാളം അത് കൊടുത്തു. അത് കഴിയുമ്പോൾ അവരുടെ തോന്നൽ എന്താ അറിയോ, ദൈവത്തിനെക്കാളും വേദന ഞാൻ ഒരാളെ നന്നാക്കാൻ പറ്റും എനിക്ക് എന്നുള്ളൊരു ഉറച്ച അവരുടെ മനസ്സിന്റെ ഒരു തീരുമാനം. ഞാൻ അവന് ഇങ്ങനെ കൊടുത്തിട്ട് അവൻ എനിക്ക് നേരാക്കണം, ഒരിക്കലും അത് പറ്റില്ല. അതന്നെ. അപ്പൊ ഇതിലെങ്ങനെയാ പറഞ്ഞാൽ ഞാൻ എന്തോ ആണ് എന്നുള്ള അഹം മനുഷ്യനുള്ളിൽ കയറുമ്പോൾ താൻ ദൈവതുല്യനാണെന്നൊരു തോന്നലും കൂടി വന്നു പോകും. ഇതൊക്കെ എത്ര നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയണത് എത്ര നിസ്സാരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ നിമിഷം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, അടുത്ത നിമിഷം സംസാരിക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പം നടന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ, അടുത്ത നിമിഷം നമ്മുടെ കൈകാലം കൂടെ നമുക്ക് നടക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. മനുഷ്യൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ഇലക്ട്രോണിക് സാധനത്തിനും കൂടി അവരൊരു ഗ്യാരണ്ടിയും കൊടുക്കും. അത്രയും പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ അഹംഭാവം കൊണ്ട് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇല്ലാത്തവർ അയ്യോ അവരെ പറ്റി ഒന്നും സംസാരിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, പറഞ്ഞാൽ നാളെ എനിക്ക് ആവശ്യം വരും. അതുകൊണ്ട് അവൻ്റെ ആത്മവിശ്വാസം കുറവാണ്. കാരണം ഈ ഭൂമിയിൽ ആരില്ലെങ്കിലും ആരും ജീവിക്കും. കാരണം എന്താ പറഞ്ഞാൽ ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും അവന് ജീവിക്കാനുള്ളൊരു മാർഗം ഭഗവാൻ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഭഗവാന് തുല്യമായി എന്ന് വിചാരിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ പാപങ്ങളുടെ കുമ്പാരം. എന്ന് വെച്ചാൽ മനുഷ്യൻ ഒരിക്കലും ഭഗവാന് തുല്യാവില്ല. എന്തിന് ശ്രേഷ്ഠരായ ആചാര്യന്മാരടക്കം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഞാൻ ഭഗവാന്റെ ദൂതൻ മാത്രമാണ്. യേശുനാഥനും പറഞ്ഞിട്ടുള്ള എന്താണ്, ഞാൻ ഭഗവാന്റെ ഒരു ദൂതൻ, ദൈവപുത്രനാണ്, ദൈവമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദൈവപുത്രൻ ഗുരു ദൈവത്തിന് തുല്യമാണ്. നമ്മളവരെ പൂജിക്കണം ദൈവപുത്രനായതുകൊണ്ട് നമുക്കില്ലാത്ത കഴിവുകളും നന്മകളും ഒരു നമ്മളെ പഠിപ്പിച്ചു തന്നതാണ്. മനുഷ്യൻ്റെ ഒരു ധർമ്മമാണ്. എന്ന് വെച്ചാൽ അമ്മേനെ ഒരു ദേവിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, അമ്മ ദൈവത്തിന് തുല്യമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവരും കൂടി ഞങ്ങൾ ദൈവത്തിന് തുല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ദൈവപുത്രരാണെന്നാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ദൈവദൂതന്മാരാണെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട് അവർ ദൈവം തന്നെ ആണെന്ന് നമുക്ക് വിശ്വസിക്കുക. എന്നാലും അവരവരുടെ വായം കൊണ്ടത് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പറയാണ്ടിരുന്നത്? അഹങ്കാരമില്ലായ്മയാണ് എല്ലാത്തിൻ്റെയും മുകളിലുള്ള ഏറ്റവും വലിയ ജ്ഞാനം അല്ലേ. അതിനേക്കാളിലും വലിയൊരു ജ്ഞാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്നാണോ ഇത് ഭവിക്കുന്നത് അന്ന് സർവനാശത്തിൻ്റെ ആദ്യ വിത്ത് കുഴിച്ചിട്ടു എന്നാണ് പറയുക അല്ലേ. അപ്പം അമ്മ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടാവും. പറയാനുണ്ടെങ്കിൽ അതൊരു കഥ തന്നെ ആയിരിക്കും. എന്താ അറിയോ, ഇപ്പൊ നമ്മള് ദൈവത്തിനേക്കാളും മീതെ നമ്മൾ ആരും ഒന്നുമല്ല. എത്ര വലിയ മനുഷ്യനാണെങ്കിലും നമ്മൾ ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്ന ഒരാളാണെങ്കിലും മുഴുവൻ ദൈവത്തിന് മേലെ അല്ല. ദൈവം ആ ആള് വിചാരിച്ചാൽ ഇപ്പൊ നിനക്ക് എന്റെ കയ്യിൽ കുറേ ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കുക, അതുകൊണ്ട് അവർ ഒരിക്കലും നേരെയാവില്ല. ദൈവം വിചാരിച്ചിട്ട് ദൈവം കൊടുക്കണം, അപ്പോഴേ ആ മനുഷ്യൻ നേരാവുള്ളൂ. വെറുതെ നമ്മളിപ്പോ ഒരാൾക്കൊരു 10,000 നിമിഷത്തെ ബുദ്ധിമുട്ട് തീരും. പക്ഷെ ദൈവം കൊടുത്താൽ അത് എന്നേക്കുമായിട്ട് അവന്റെ ജീവിതത്തിൽ ഒരു മാർഗദർശനം കൂടിയായിരിക്കും, ഒരു മാർഗത്തിന് ഉപകരിക്കും. അതിന്റെ രീതിയിലൊരു കഥ പറയാം. അത് ഈ രാജാവ് എന്ന് പറയുമ്പോൾ നീ എന്നെ കളിയാക്കരുത്. ഒരു നാട്ടിലൊരു രാജാവ്. അപ്പൊ ഈ രാജാവ് നല്ലവനായിരിക്കും. അപ്പൊ ആള് ആ പ്രജകളൊക്കെ നല്ലവരാണ്. ഞാൻ പറയട്ടെ, കഥ പറയട്ടെ. ആ പ്രജകളൊക്കെ നല്ല രീതിയിലാണോ ജീവിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിട്ട് മാറുവേഷത്തിൽ നടക്കും ആള്. എന്തിനു വേണ്ടിട്ട്? നമുക്കിതില് ഈ നാളികേരം അരച്ചത് പറഞ്ഞാൽ തരുതരിപ്പായി അരച്ചത് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. അല്ല, രാജാവിന് എന്ത് വേഷത്തിൽ നടക്കാമല്ലോ, കാരണം ഇഷ്ടം പോലെ വേഷങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയല്ല, പ്രജകളൊക്കെ സുഖ സമൃദ്ധിയിലാണോ ജീവിക്കുന്നത്, എന്റെ രാജ്യഭാരത്തെ കുറിച്ച് അവരെന്താണ് പറയുന്നത്? ഈ സാധാരണ പ്രജകളുടെ ഇടയിൽ ഇങ്ങനെ മാറുവേഷത്തില് രാജാവൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു വേഷം. നമ്മുടെ അന്നത്തെ ഒറ്റ മന്ത്രി അതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ എത്ര കാര്യങ്ങൾ അറിയാമെങ്കിലും അന്നത്തെ രാജാക്കന്മാരായാൽ മതിയായിരുന്നു. പറയൂ, അവർക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും. അപ്പൊ ആള് ഈ മാറുവേഷത്തിൽ ഇങ്ങനെ നടക്കും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരൊക്കെ മാറുവേഷത്തിൽ നമ്മുടെ വീട്ടിലെ ചുറ്റൊക്കെ നടക്കണ്ടെങ്കിൽ
എന്തൊക്കെയായിരുന്നു സ്ഥിതി? നല്ലതല്ലേ? അതെ. അപ്പൊ ഈ കുരുമുളക്, അപ്പൊ എന്തൊക്കെ ഒരു കഥയായിരുന്നു. കുരുമുളക് കേട്ടാ, അത് കൊടുത്തു. എന്താ ഇവരൊന്നും ഇത് പഠിക്കാത്ത? അമ്മ പാപ്പയുടെ കഥയൊന്നും അവർ ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു നുള്ളു ശർക്കര. അല്ല, ഈ കഥയൊന്നും അവര് കേട്ടിട്ടുണ്ടാവില്ല. അവർക്കൊന്ന് മാറുവേഷം നടന്നൂടെ? ഈ ബ്ലാക്ക് ക്യാറ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ വെറുതെ ഇങ്ങനെ നടന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ അല്ല, രാജാക്കന്മാരുടെ കഥകളിലൊക്കെ മിക്കവാറും മാറുവേഷത്തിൽ നടക്കുമല്ലോ. അപ്പൊ അന്ന് രാജാവ്, ഇന്ന് പൊളിറ്റീഷ്യൻ, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. അത് ഇവർക്കൊന്ന് ഇടവഴി കൂടെയൊക്കെ ഒന്ന് മാറുവേഷത്തിൽ നടന്നു. അതെ, അമ്മ മന്ത്രിയായ നടക്കും അതുപോലൊക്കെ. ഉറപ്പായിട്ടും ഈ രാജ്യം എന്നോ രക്ഷപ്പെടും. അമ്മ വല്ല MLA യോ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ മന്ത്രിയൊക്കെ ആയ അമ്മ ഇങ്ങനെ മാറുവേഷത്തിലൊക്കെ നടക്കുമോ? പക്ഷെ അമ്മ എന്ത് വേഷത്തിൽ നടക്കാൻ അമ്മയെന്ന് മനസ്സിലാവും. അമ്മ ഈ ഉണ്ട മുഖം എന്ത് വേഷം ധരിച്ചാലും ആ മുഖം തന്നെയാണ് മനസ്സിലാവും. പറയും. അപ്പോ ഈ രാജാവ് ഇങ്ങനെ നടക്കും. ആ സമയത്ത് രാജാവ് 2 ഭിക്ഷക്കാരെ കണ്ടു. 2 പേരും ഒരുമിച്ചല്ല, വേറെ വേറെ ഒരാളെ കണ്ടു. ഒരാളെ കണ്ടപ്പോ അയാള് ദൈവനാമത്തിൽ ഭിക്ഷ വയ്ക്കുന്നത്, ദൈവത്തിന്റെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഭിക്ഷ യാചിക്കും. അതുപോലെ കുറച്ചു ദൂരം പോയപ്പോ വേറൊരാള്, ഒരു ഭിക്ഷക്കാരൻ രാജാവിന്റെ നാമത്തിൽ, അതായത് രാജാവിന്റെ കൂടെ ഇതൊക്കെ പറഞ്ഞ് ഭിക്ഷ യാചിക്കുന്നു. അപ്പൊ ഈ 2 പേരെയും കാണും. 2 പേരും കണ്ടപ്പോ രാജാവ് എന്ത് ചെയ്യും, മന്ത്രിയെ കൊണ്ട് അവരെ അരമനയിലേക്ക് വിളിപ്പിക്കും. കൊട്ടാരത്തിലേക്ക്. പാലസ്. അരമന എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ, അത് കന്നഡാണെന്ന് മാത്രം. അരമന പായസം, അത് അരവനയാണ്. അരവന പായസം. അപ്പൊ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, എന്താണ് എനിക്ക് പറയാനുള്ളത്? അല്ല, എന്താണ് നിങ്ങൾ രണ്ടാളും ഇങ്ങനെ നിങ്ങൾ ഭിക്ഷാടനം നടത്തുന്നുണ്ട്. ഒരാള് രാജാവിന്റെ പേരിലും ഒരാള് ഭഗവാന്റെ പേരിലും. ഭഗവാന്റെ പേരും കൂടെ ഇങ്ങനെ ഭഗവാന്റെ ഗുണം പാടി, ഒരാള് രാജാവിന്റെ. അങ്ങനെ എന്താണ്? അപ്പൊ ആദ്യത്തെ ആൾ പറയും, ഞാൻ ഭഗവാനിലാണ് വിശ്വസിക്കുന്നത്. ഭഗവാൻ വിചാരിച്ച ഈ ലോകത്ത് എന്തും നടക്കും. ആരാണ് ചോദിക്കുന്നത്? മന്ത്രിയാണോ രാജാവാണോ? രാജാവാണ് ചോദിക്കുന്നത്. പിച്ചക്കാരോട് നേരിട്ട് വിളിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ കേട്ടു, നിങ്ങളിങ്ങനെ ഭിക്ഷ, രാജാവ് കണ്ടു എന്നൊന്നല്ല പറയുന്നത്, കേട്ടു. അപ്പൊ നിങ്ങളെ വിളിപ്പിച്ച് ചോദിക്കുകയാണ്. അപ്പൊ രാജാവാണെന്ന് പറഞ്ഞിട്ട് മറ്റു ഭിക്ഷക്കാരൻ രാജാവിനെ പേടിച്ചിട്ടൊന്നും നിന്നില്ല. ആള് പറഞ്ഞു, എനിക്ക് ദൈവത്തിന് വിശ്വാസം ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ നാമത്തിലും ചോദിക്കും. അപ്പൊ എനിക്ക് ദൈവത്തിനോടാണ് വിശ്വാസം. ദൈവം വിചാരിച്ച നമ്മളെ ഏത് നിലയിലും എത്തിക്കുക, അങ്ങനെയുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവനാമത്തിലാണ്. അപ്പൊ മറ്റേ ആളോട്, നിങ്ങൾ എന്തിനാണ് രാജാവിന്റെ? അതെ, ദൈവത്തിന് നമ്മൾ കണ്ടിട്ടില്ല, എങ്ങനെയുള്ളതൊന്നും നമുക്കറിയില്ല. ദൈവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് രാജാവിനെ ഞാൻ കണ്ടു. രാജാവ് വിചാരിച്ചു കഴിഞ്ഞാൽ രാജാവിന്റെ ഇഷ്ടം പോലെ സമ്പത്തൊക്കെ ഉള്ളതല്ലേ. രാജാവ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ നല്ല നിലയിൽ എത്തിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം കൊണ്ട് ഞാൻ രാജാവിന്റെ നാമത്തിൽ വിളിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ 2 പേര്, ഓ ശരി, നിങ്ങളുടെ അങ്ങനെ പോയി അവര് ഇവിടെ. അത് കഴിഞ്ഞ് കുറച്ച് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ രാജാവിൻ്റെ ഒരു കുട്ടി ഉണ്ടായി. കുറേ വർഷങ്ങൾ മക്കളൊന്നും ഇല്ലാണ്ട് ഇരുന്ന രാജാവിനൊരു കുട്ടി ഉണ്ടായി. അപ്പോൾ ആ സന്തോഷം കൊണ്ടാടാൻ വേണ്ടിയിട്ട് പ്രജകളെയൊക്കെ വിളിച്ചിട്ട് പാരിതോഷികമൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ദവസധാന്യങ്ങളും തുണിയും ഒക്കെ കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു കുമ്പളങ്ങ കൂടി ആള് കൊടുക്കുന്നുണ്ട് എല്ലാവരും. കുമ്പളങ്ങ പ്രിയനായിരിക്കും അല്ല, ഈ പണ്ടത്തെ ആൾക്കാർ ഈ കുമ്പളങ്ങയിൽ എന്താണെന്നറിയില്ല, പണ്ട് നാടൻ കോഴിയൊക്കെ കന്നഡ കഥയായത് കാരണമാണ് കേട്ടോ. അതാണ് കുമ്പളങ്ങ കൊടുക്കണത്. ഈ ദവസധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ മനസ്സിലായി. കൊടുത്തിട്ട് ഒരു ജോഡി ഡ്രസ്സും കൊടുക്കും, ഈ കുമ്പളങ്ങയും കൊടുക്കും. ഇത് കേരള ആണെങ്കിൽ മറ്റേ തേങ്ങയുടെ നാടായതുകൊണ്ട് നാളികേരം കൊടുക്കും. ആയിക്കോട്ടെ, ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. കഥ പറയുമ്പോ ചോദ്യം ചോദിക്കുമ്പോ എനിക്കത് തെറ്റിപ്പോയില്ലേ, അതാണ് കേട്ടോ. അമ്മ ബ്ലാക്ക് ബെൽറ്റ് പഠിച്ചിട്ടുണ്ടമ്മ? അല്ല, ഞാൻ അതല്ല, നമ്മുടെ കോളറും ഈ നൈറ്റിയും നമ്മുടെ നൈറ്റിന്റെ പിന്നാമ്പുറത്തൊരു കെട്ടൊക്കെ കണ്ടപ്പോ സംശയം. കഥ അപ്പൊ ആള് ഇത് കൊടുത്തു. അപ്പൊ ഈ ഭിക്ഷക്കാര് 2 ആളെ ഇയാള് നോട്ടം വെച്ചിട്ടുണ്ടല്ലോ, അവര് വന്നിട്ടുണ്ട്. അപ്പൊ അവരിലെ ഈ രാജാവിന്റെ നാമം പറഞ്ഞ് ഭിക്ഷ എടുത്ത ആൾക്ക് ഈ കുമ്പളങ്ങയുടെ ഉള്ളിൽ ആള് സ്വർണവും വജ്രമൊക്കെ വെച്ചിട്ട് കൊടുത്തു.
എന്തിന്? അയാളത് മുറിച്ച് ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് അത് ഉപയോഗപ്പെടും. അപ്പൊ രാജാവിന്റെ നാമത്തിൽ ഭിക്ഷ എടുത്ത ആള് എന്തെങ്കിലുമൊക്കെ ആയി നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്ത പോലെ തന്നെ മറ്റേ ഭിക്ഷക്കാരന് ദൈവത്തിന്റെ നാമത്തിൽ ഭിക്ഷ എടുത്ത ഭിക്ഷക്കാരന് സാധാരണ പോലെ എല്ലാവർക്കും കൊടുത്ത പോലെ കുറച്ച് ധാന്യങ്ങളും ഒരു ജോഡി ഡ്രസ്സും ഈ കുമ്പളങ്ങയും എല്ലാവർക്കും കുമ്പളങ്ങ കൊടുത്തിട്ടുണ്ടല്ലേ? പക്ഷെ ഇയാളുടെ കുമ്പളങ്ങയുടെ ഉള്ളില് വജ്രവും സ്വർണവും ഒക്കെ നിറച്ചിട്ട് ഇയാൾ കൊടുത്തു. അങ്ങനെ പോണ സമയത്ത് അങ്ങനെ അവര് രണ്ടുപേരും പോയില്ലേ. അപ്പൊ ഈ ദൈവത്തിന്റെ നാമത്തിൽ ഭിക്ഷ എടുക്കുന്ന ആളില്ലേ, ആളെപ്പോഴും അച്ഛന്റെ ശ്രാദ്ധം കഴിക്കും. ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും അതിന്ന് എന്തെങ്കിലുമൊക്കെ കൂട്ടിവെച്ച് കൊല്ലത്തിൽ അച്ഛന്റെ അമ്മയുടെ ഈ ശ്രാദ്ധം വരുന്നത് അത് കഴിക്കും. അപ്പൊ അന്ന് അവര് ആള് ഭിക്ഷാടനം നടത്തിയാണെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും. അപ്പൊ അന്ന് അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ നോക്കിയപ്പോ ഈ കുമ്പളങ്ങ ഒന്നല്ലേ അയാളുടെ അടുത്തുള്ളൂ. അപ്പൊ അത് മേടിച്ചു. അത് ആര്? ഈ മറ്റേ ആളില്ലേ, ഇങ്ങനൊരു ഭിക്ഷക്കാരൻ. അയാൾ ഈ കുമ്പളങ്ങ കൊണ്ട് പോയി. പക്ഷെ അയാൾക്ക് അതിന്റെ ഉള്ളിൽ എന്താണെന്നൊന്നും അയാൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അയാൾ ആ ഡ്രസ്സ് അവിടെ വെച്ചു. അപ്പൊ ഈ കുമ്പളങ്ങ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക, എന്തെങ്കിലും കിട്ടിയ കാശിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് തന്നെയാണ് അത് വിറ്റത്. അപ്പൊ ഈ കുമ്പളങ്ങ അയാൾ ആ കുമ്പളങ്ങ കൊണ്ടായി മുറിച്ച് നോക്കുമ്പോ അതില് സ്വർണ്ണവും വജ്രമൊക്കെ ഉണ്ട്. അയാൾ അങ്ങനെ അതുകൊണ്ട് വേറെ രീതിയിലായി. പക്ഷേ അതൊന്നും ഇവർക്ക് അറിയില്ല, അങ്ങനെയാണ്. പക്ഷെ ഈ മറ്റേ ആള് ഇങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോ കുറച്ച് മാസങ്ങൾ ഒക്കെ കഴിഞ്ഞപ്പോ ഒരു ദിവസം ഈ രാജാവ് ഇതേപോലെ മാറുവേഷത്തിന് വരുന്ന സമയത്ത് ഈ വജ്ര വൈഡൂര്യൊക്കെ കുമ്പളങ്ങയിൽ വെച്ച് കൊടുത്ത ഭിക്ഷക്കാരനില്ലേ, രാജാവിന്റെ നാമത്തിൽ ഭിക്ഷ മേടിച്ച ആള്, ആ ആള് അന്നും ഭിക്ഷ എടുക്കണം. മനസ്സിലായോ? അന്നും ഭിക്ഷ എടുത്തോണ്ട് നടക്കുമ്പോ ഞാൻ ഇയാൾക്ക് ഇത്രയൊക്കെ കൊടുത്തിട്ട് ഇയാൾ ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ ഇല്ലേ. എന്നിട്ട് വിളിച്ചിട്ട് പറയും, ആള് വേഗം വിളിപ്പിച്ച് അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും. കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അയാളെന്ന് ചോദിക്കും, നീ എന്തിനാ ഇനിയും ഭിക്ഷ എടുക്കുന്നത് ചോദിക്കും. എനിക്ക് അതല്ലേ ജീവിക്കാനുള്ള വഴി. അപ്പൊ നിന്റെ കുമ്പളങ്ങ നിനക്ക് തന്നില്ല അന്ന്, അതിൽ ഞാൻ വജ്രവും സ്വർണ്ണമൊക്കെ വെച്ചിട്ട് അല്ലേ നിനക്ക് തന്നത്. അപ്പൊ അത് മുറിച്ചു നോക്കിയപ്പോ നിനക്ക് അതിനുള്ളിൽ നിന്ന് കിട്ടി, അതുകൊണ്ട് നിനക്ക് നല്ല രീതിയിൽ ജീവിക്കായിരുന്നല്ലോ. അപ്പൊ അതിന് ഞാൻ ആ ഡ്രസ്സ് ഞാൻ ഉപയോഗിച്ചു. അത് കുറെ കഴിഞ്ഞപ്പോ പഴകി. പക്ഷെ കുമ്പളങ്ങ ഞാൻ അന്ന് തന്നെ വേറെ ഒരാൾക്ക് കൊടുത്തു, കാശിൽ കൊടുത്തു എന്ന്. അപ്പോൾ അയാൾക്കത് രാജാവ് കൊടുത്താലും അയാൾക്ക് എന്ത്, കാരണം അയാൾക്ക് ദൈവത്തിൻ്റെ കൃപയില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം ഇയാൾ ഇങ്ങനെ പോണ സമയത്ത് ഈ നല്ലൊരു കടയൊക്കെ ആയിട്ട് ഒരാൾ, അപ്പോൾ ഇയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഈ മാറുവേഷത്തിൽ നടക്കുകയല്ലേ രാജാവ് ഇതൊക്കെ. അപ്പോൾ ഇയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇത് ഇങ്ങനൊരു ഭിക്ഷക്കാരൻ, അതായത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഭിക്ഷ എടുക്കുന്ന ഭിക്ഷക്കാരനാണ്. അപ്പോൾ അയാൾ ഇയാൾ ഇതാണല്ലോ എന്ന് പറഞ്ഞ് ആളുടെ അടുത്ത് പോയിട്ട് ചോദിക്കണം, നീ ഇപ്പം നല്ല നിലയിലായല്ലോ, എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ശ്രാദ്ധങ്ങൾ നടത്തും. ആ സമയത്ത് ഞാനൊരു കുമ്പളങ്ങ ഒരാളുടെ നിന്ന് വാങ്ങിച്ചു. അത് വീട്ടിൽ കൊണ്ടുപോയി മുറിച്ചപ്പോൾ അതിൽ വജ്രവും സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കടയൊക്കെ എടുത്ത് ഇപ്പം ഞാൻ ഒരു ധനികനാണ് ഇപ്പോൾ. അപ്പം അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോഴാണ് രാജാവിനെ മനസ്സിലാവുന്നത് ദൈവത്തിനേക്കാളും മീതിയല്ല ഞാനെന്ന്. കാരണം എന്താ പറഞ്ഞാൽ രാജാവ് അവൻ എൻ്റെ നാമത്തിൽ ഭിക്ഷ എടുക്കുന്ന, ഞാൻ പറയാ, രാജാവ് തൻ്റെ നാമത്തിൽ ഭിക്ഷ എടുക്കുന്ന കാരണം കൊണ്ട് അവൻ രക്ഷപ്പെടട്ടെ, കാരണം ഭഗവാനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അവൻ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് രാജാവ് അവൻ്റെ അഹങ്കാരം പ്രതിബിംബിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ രാജാവ് എന്ന് പറഞ്ഞ അഹങ്കാരം പ്രതിബിംബിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഇതിനുള്ളിൽ എല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ പ്രജകൾക്ക് മനസ്സിലാവും, കാണാത്ത ദൈവത്തിനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, രാജാവിനെ വിളിച്ചാൽ മതി, രാജാവിനെ വല്ലതും ചെയ്യാൻ പറ്റില്ലെന്ന് അഹങ്കാരം രാജാവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ദൈവത്തിനെക്കാളിലും വലുതാണെന്നുള്ള മനോഭാവം രാജാവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവിൻ്റെ കൂടെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആ കുമ്പളങ്ങ എല്ലാം നിറച്ചു കൊടുത്തു. പക്ഷെ അത് ഒരു കുമ്പളങ്ങയല്ലേ, കൊണ്ടുപോകണ പിച്ചക്കാരന് അത് അറിയില്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ അറിയില്ലല്ലോ. അപ്പോൾ അച്ഛൻ്റെ സാർത്ഥം സത്യസന്ധമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഭിക്ഷ എടുത്ത് ജീവിക്കുകയാണെങ്കിലും എൻ്റെ മുതിർന്നവർക്ക് ഞാനത് ചെയ്യണം എന്നുള്ള തോന്നൽ ആ ഭിക്ഷക്കാരനുള്ള ഒരു നന്മയുണ്ടായിരുന്നു. ആ തോന്നലും കൊണ്ട് ആ ഭിക്ഷക്കാരൻ ആ എന്താ സാധനം, അത് കുമ്പളങ്ങ, അതിനെ കൊണ്ടുപോയിട്ട് അവൻ്റെ വീട്ടിൽ പച്ചക്കറി അറിയാൻ വേണ്ടി എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ കിട്ടി. അതിന് അവൻ ഭിക്ഷ എടുത്ത കാശ് മറ്റേ ഭിക്ഷക്കാരന് ദാനം ചെയ്തു, നീ കൊണ്ടുപോക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കാൻ വിചാരിച്ചവൻ എന്തായാലും രക്ഷപ്പെടും. അല്ലാണ്ട് മനുഷ്യൻ രക്ഷിക്കാൻ വിചാരിച്ചവൻ താത്കാലികമായി രക്ഷപ്പെട്ടാലും വീണ്ടും അതേ സ്ഥിതിയിലേക്ക് എത്തും. പക്ഷെ ദൈവം ഒരു പ്രാവശ്യം രക്ഷിക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിനെ
ആരെ കൊണ്ട് കീഴടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ ദൈവത്തിനെക്കാട്ടിലും വലുതായി എന്ന് വിചാരിച്ച രാജാവിൻ്റെ മനോഭാവത്തിൻ്റെ സർവനാശം സംഭവിച്ചു. രാജാവിന് നല്ല ബോധ്യമായി, വജ്രമല്ല വൈഡൂരല്ല എന്ത് നൽകിയാലും ദൈവത്തിൻ്റെ ഒപ്പത്തിൽ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ദൈവം രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച ഒരാൾക്ക് നശിപ്പിക്കാനും പറ്റില്ല. എന്ത് വിചാരിച്ചു രാജാവ്? ഇന്നിപ്പോൾ ഈ ഒരു സംഭവം കൊടുത്തില്ലേ, കൊടുത്തതുകൊണ്ട് ആ ഭിക്ഷക്കാരൻ സമ്പന്നനായി ഉണ്ടാവും, മറ്റേ ഭിക്ഷക്കാരൻ എപ്പോഴും ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അത് ഞാൻ എന്റെ പേര് പറഞ്ഞിട്ട് ഇരുന്ന ആളല്ലേ, അപ്പൊ ആ ആള് നേരാവണമെന്നുള്ള സ്വാർത്ഥ ചിന്തയോടെ ഇതൊക്കെ നിറച്ചു കൊടുക്കും. അതിന്റെ യോഗ ഇല്ലാണ്ട് പോയത് എന്തുകൊണ്ടാണ്? ദൈവകൃപ ഇല്ലാത്തതുകൊണ്ട്. രാജാവിനെ രാജാവാക്കിയത് ഒരു ദൈവാന്നുള്ള രാജാവ് മറന്നുപോയി. അപ്പോൾ ഒരു ഭിക്ഷക്കാരനെ രാജാവിന് തുല്യനാക്കി മാറ്റി. ഇതാണ് ദൈവശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദൈവം വിചാരിച്ചാലാണ് എന്ത് ഈ ലോകത്ത് ശാശ്വതമായിട്ട് നമുക്ക് കിട്ടും. മറ്റ് നമുക്ക് ആരെന്തൊക്കെ തന്നാലും, മനസ്സിലായില്ലേ, എന്തൊക്കെ ചെയ്താലും അതൊക്കെ താത്കാലിക മാത്രമാണ്. ദൈവം നമുക്ക് നൽകുന്നത് ശാശ്വതമായിരിക്കും. അത് എന്താണെങ്കിലും ശാശ്വതം. അപ്പോൾ ദൈവത്തിലല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ രാജാവിനെ ഒരു രാജാവാക്കി മാറ്റിയതും ആ ദൈവം ആയിരിക്കുമല്ലോ. അത്രയും സമ്പന്നതയോടെ ജീവിക്കണം എന്നുള്ളൊരു വിധി അയാൾക്ക് നൽകിയത് ദൈവമായിരിക്കും. പക്ഷെ അതുപോലും അയാൾ ഓർക്കാണ്ട് എന്നെക്കൊണ്ട് എൻ്റെ നാമത്തിൽ ഭിക്ഷ എടുക്കുന്ന ആൾ നന്നാവണം എന്നുള്ള അയാളുടെ സ്വാർത്ഥ ചിന്തയും പിന്നെ ദൈവത്തിനേക്കാളും മീതെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അഹങ്കാരമല്ലേ അത്? അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ എടുക്കുന്ന ആളല്ലേ, അങ്ങനെ വിചാരിക്കാമല്ലോ. തീർച്ചയായിട്ടും അത് അയാൾ വിചാരിച്ചു. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ സമ്പത്തും കാര്യങ്ങളും ഐശ്വര്യവും പ്രശസ്തിയൊക്കെ വരുമ്പോ ദൈവത്തിന് മുകളിലാണ് ഞാനെന്നുള്ള ചിന്ത ഒരിക്കലും ഒരു മനുഷ്യന് വരാൻ പാടില്ല. അത് മറന്നിട്ട് ആര് പ്രവർത്തിച്ചാലും ഇതൊക്കെ തന്നെ. ഇപ്പൊ കണ്ടിട്ട് സാധാരണ ഭിക്ഷക്കാരനെ അടക്കം രാജാവിന് തുല്യനാക്കി മാറ്റി. രാജാവിന്റെ സമ്പത്തും കൊണ്ട് തന്നെ രാജാവിന് തുല്യനായി. അയാൾ ആ വജ്രവൈഡൂര്യം കൊണ്ട് വ്യാപാരം ചെയ്തിട്ട് രാജാവിന്റെ ഒപ്പത്തിലൊപ്പം എത്തിയിട്ടാവും അല്ലേ സമ്പത്തിൽ. അപ്പൊ അത്രയേ ഉള്ളൂ. മനുഷ്യൻ ഒരിക്കലും ദൈവതുല്യനാവാൻ പറ്റില്ല. കാരണം ദൈവത്തിന് നിർദ്ധാരവും തീരുമാനവും എപ്പോ എന്ത് എങ്ങനെയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അല്ലമ്മ, എന്താ പറയുക, ദൈവം തീരുമാനിക്കുന്നതാണ് ശാശ്വതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. മറ്റുള്ളതെല്ലാം താത്കാലികമായിരിക്കും. ദൈവം എന്താ തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് നിരന്തരം നിൽക്കുകയുള്ളൂ, നിരന്തരം നമ്മുടെ കൂടെ അതുണ്ടാവും. നീ എനിക്ക് നൽകിയതോ ഞാൻ നിനക്ക് നൽകിയതോ അതൊന്നും താത്കാലിക മാത്രമാണ്. അപ്പം നമ്മൾ എത്ര ആൾ വേണേലും നമുക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ട് ഫുള്ള് മാറ്റാൻ അവരെ കൊണ്ട് പറ്റില്ല. അതിന് ദൈവം തന്നെ വിചാരിക്കണം അല്ലേ. നമ്മുടെ ഏതും പൈസയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉന്നതി നല്ല കാര്യങ്ങൾ എന്ത് നടക്കണമെങ്കിലും നമ്മുടെ വിധി അത് ദൈവത്തിന് മാത്രമേ നിശ്ചയം. ദൈവം ഒരു വിധി നമുക്ക് നൽകിയിട്ടുണ്ടാവും, അത് തന്നെ നടക്കുകയുള്ളൂ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക അല്ലേ. അതിൽ ചില ചെറിയ മാറ്റങ്ങളൊക്കെ ദൈവത്തിന് വരുത്താൻ പറ്റും അല്ലേ. ഒരിക്കലും ഞാൻ നന്നാവില്ല എന്നൊരു വിശ്വാസക്കുറവ് ഒരു മനുഷ്യനുണ്ടാവാൻ പാടില്ല. ഒരിക്കലും എന്നെ ഇനി ഒരിക്കലും ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ എന്നെക്കാട്ടിലും വലുത് ഇനി ആർക്കും ഇല്ല എന്നുള്ള അഹംഭാവം ഒരു മനുഷ്യന് വരാൻ പാടില്ല. ഇത് രണ്ടും ഇതേപോലെ ഉണ്ടാവും. ഞാൻ നേരാവില്ല, ഞാൻ ഇങ്ങനെ തന്നെ, അങ്ങനെയുള്ള മനോഭാവം നല്ലതല്ല. അതുപോലെ ഞാൻ എന്താ പറയുക, എനിക്ക് ഇനി എന്നെ തളർത്താൻ ആർക്കും പറ്റില്ല, ഞാൻ എല്ലാം നേടി എന്നുള്ള അഹംഭാവം നല്ലതല്ല. രണ്ടും നിശ്ചയിക്കുന്നത് മുകളിലുള്ള ദൈവമാണ് അല്ലെ. ചിലർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ എല്ലാം തികഞ്ഞു, ഇനി എനിക്കൊന്നും വേണ്ട, എൻ്റെ ജീവിതത്തിൻ്റെ സകലതും നടന്നു. പക്ഷെ ഒരിക്കലും അത് അങ്ങനെ പറയരുത്. അല്ല, ഒന്നുണ്ട്, ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്താ അറിയോ? ഇപ്പം അമ്മയുടെ കയ്യിൽ കോടാനുകൂടി പൈസ ഉണ്ട് വിചാരിച്ചോ, അമ്മയ്ക്ക് ഒരു ജ്ഞാനപീഠം നൽകിയെന്ന് വിചാരിച്ചോ, വലിയൊരു പുരസ്കാരം തന്നെ അമ്മയ്ക്ക് നൽകിയെന്ന് വിചാരിച്ചോ, അമ്മയുടെ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നൊന്നും ഒരു സന്തോഷമില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് എന്താണ് കാര്യം? ഒരുപാട് സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചോളൂ, നിങ്ങളുടെ അലമാറ നിറച്ച് സ്വർണ്ണമാണ്, നിങ്ങളുടെ ബാങ്കിൽ മുഴുവൻ സ്വർണ്ണമാണ്, നിങ്ങളുടെ കാശ് ചിലവ് തീരില്ല എന്ന് നിങ്ങൾ കരുതിക്കോളൂ. എന്നിട്ടും ആ കാശും കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സന്തോഷമില്ലെങ്കിൽ ആ കാശും കൊണ്ട് എന്ത് പ്രയോജനം? കോടാനുകോടി രൂപയുണ്ടെങ്കിലും വിശപ്പിന് മാത്രമല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കോടികളുണ്ട് പറഞ്ഞാൽ ആന കഴിക്കുന്ന ഭക്ഷണം ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ജീവിതം. കാരണം നമ്മുടെ വിശപ്പിനും മനസ്സിനും ഒരു ബന്ധമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് നന്നായി വിശന്ന് ഒരു കഞ്ഞിക്കടക്കൻ ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ സന്തോഷം. ആ സന്തോഷമൊന്നും ഇല്ലാതെ സർവ്വതും സമ്പത്ത് കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയല്ലേ. അതെ,
ചില ഒന്നുമില്ലാത്ത കുടുംബത്ത് അന്നന്ന് പണിക്ക് പോയി ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം പണി കിട്ടി ജീവിക്കുന്ന ചില വീടുകളിലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് കണ്ടു നോക്കിയിട്ടുണ്ടോ? അവരുടെ സന്തോഷം കണ്ടു നോക്കിയിട്ടുണ്ടോ? അയാളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ സന്തോഷിക്കുന്നത് കണ്ടു നോക്കിയിട്ടുണ്ടോ? നാളെ അതെന്തോ ആയിക്കോട്ടെ, ഇന്ന് സുഭിക്ഷമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് കൂടാന്ന് പറഞ്ഞിട്ട് ആ ചെറിയൊരു ഓലപ്പേരുടെ ഉള്ളത്. നമ്മുടെ പഴയൊരു ഭാഗത്ത് തന്നെ ഈ ഓണം ഓണമൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ദിവസം കുട്ടികൾക്കൊക്കെ ലീവല്ലേ, അവര് കുറേശ്ശെ കൂട്ടി വെച്ച് അതുകൊണ്ട് അവരിങ്ങനെ ഓരോരോ ഹോളിഡേസ് യാത്ര ചെയ്യും. കുട്ടികളും അവർ സമ്പന്നരല്ല, ഉണ്ടാക്കി കൂട്ടി വെക്കുകയാണ് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് 3-4 ദിവസം എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ വന്നിട്ട് അവര് എന്തൊരു സന്തോഷത്തിലാണ് തിരിച്ചു വരിക. അപ്പൊ ഒരുപാട് സമ്പത്തൊന്നും അവർക്കില്ല, പക്ഷെ അവർക്ക് സന്തോഷിക്കാൻ അവർക്ക് പറ്റും. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ അറിയോ? നമ്മുടെ വീട്ടിലുള്ളവർ 4-5 പേര്, എത്ര പേരെങ്കിലായിക്കട്ടെ, അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. മിണ്ടിയാലും മിണ്ടില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെയാണ് എന്നുള്ള ചിന്ത വീട്ടിലുള്ള ആൾക്കാരുടെ ഉള്ളിലുള്ളത് ആദ്യത്തെ സമ്പത്താണ്. രണ്ടാമത്തെ സമ്പത്ത് ഒരുത്തൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഇന്നൊരുത്തൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇന്നൊരുത്തെന്ന് പറഞ്ഞ് ഒരു കൈയായി എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അത് രണ്ടാമത്തെ സമ്പത്താണ്. മനസ്സിലായില്ലേ? പിന്നെ വീട്ടിലുള്ളതും കൊണ്ട് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിൻ്റെ മുഖത്തൊരു പുഞ്ചിരി എന്ന് വെച്ചാൽ ആ ഉള്ളത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുമ്പോൾ അയ്യോ ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നൽ ആ വീട്ടമ്മയ്ക്കും വരാൻ പാടില്ല, അയ്യോ ഒന്നും ഇല്ലല്ലോ എന്ന് എനിക്കെന്നൊരു തോന്നൽ കഴിക്കുന്ന ആൾക്കാർക്കും വരാണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്നവനെക്കാട്ടിലും വലിയ സന്തോഷം ഈ ഭൂമിയിലൊന്നുമില്ല എന്ന് സ്വന്തം ജീവിതത്തെ വെറുക്കുക. ഇതൊക്കെ ഒരു ജീവിതമാണോ? ഇതൊന്നും പോരാ, ഇതാണോ ഒരു വീട്ടിൽ വേണ്ടത്? എന്താ ഈ വീട്ടിലൊന്നും ശരിയല്ല, അങ്ങനെയുള്ള മനോഭാവേ പാടില്ല. എന്റെ വീടിന്റെ ഫർണിച്ചർ ദൈവം തന്നതാണിത്, നമ്മൾക്ക് ഇത്രയെങ്കിലും ദൈവം ഇതും കൂടി ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് എന്നുള്ള വിചാരം. എന്റെ വീട്ടിലെ ഫർണിച്ചർ നന്നല്ല, എൻ്റെ അടുത്തുള്ള സാരികൾ നന്നല്ല, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നല്ല വണ്ടിയില്ല, ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സ്നേഹമുണ്ടോ? ഇതൊക്കെ ഉള്ളവൻ്റെ വീട്ടിൽ ചിലപ്പോൾ അതുണ്ടാവില്ല. ഇതാണ് ജീവിതം. യഥാർത്ഥ ജീവിതം ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക. ആ സന്തോഷം മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗം. ഇവിടുന്ന് മരിച്ചു പോയിട്ട് ഒരു സ്വർഗം നമുക്ക് കിട്ടാനില്ല. കിട്ടുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ നിമിഷം ഈ ഒരു പുണ്യജന്മം, മനുഷ്യജന്മം, അതിൽ കിട്ടുന്ന ഒരു സന്തോഷത്തെക്കാളിലും വലിയ സന്തോഷം ലോകത്ത് എവിടെയില്ല. ആ സന്തോഷം കൊണ്ട് ചീനമട കരച്ചൊരു കഞ്ഞി കുടിച്ചാലും സത്യമായിട്ടും അതിനൊരു രുചിയുണ്ട്, അല്ലേ? ദൈവം തരുന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. ദൈവം എന്തെങ്കിലും നമുക്കൊരു വഴി, ദൈവം നമുക്ക് ഈ ജന്മം നൽകിയ ദൈവം നമുക്കൊരു വിധി വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ നടന്നു. ആ ദിവസം വരെ വിശ്വാസത്തോടെ കാത്തിരിക്കുക. പക്ഷെ ജീവിതം ശ്വാസം ഉള്ളത് വരെ ഒരു വിശ്വാസമല്ല. നമ്മുടെ വിശ്വാസവും ശ്വാസവും ഒരുപോലെ ഉണ്ടാവണം. നമ്മുടെ ശ്വാസം നിലനിൽക്കണ വരെയും നമ്മുടെ ജീവൻ ഉള്ള കാലം വരെയും വിശ്വാസത്തെ ഒരിക്കലും കൈവിടരുത്. അതന്നെയാണ് നമ്മുടെ ശക്തി. സമ്പത്തിനേക്കാളും കൂടുതൽ സ്നേഹത്തിന് വില മതിക്കും. അപ്പൊ എന്താ പറയാ, സമ്പത്തില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. സ്നേഹബന്ധം തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. സമ്പത്തൊക്കെ ഉണ്ടായിട്ട് സ്നേഹമില്ല, സ്നേഹബന്ധങ്ങളും ഇല്ല, ഒന്നുമില്ലാണ്ട് ആ സമ്പത്ത് മാത്രം വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും. അപ്പോൾ ഭൂമിയിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളൊരു സ്വർഗം ഉണ്ടാക്കും. ജനങ്ങൾ മരിച്ചതിന് ശേഷം സ്വർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്വർഗം ഉണ്ടാക്കാം, അല്ലേ? മാറ്റാൻ പറ്റുമോ? അത് സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ സന്തോഷവും സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് അങ്ങനെ നമുക്ക് സ്വർഗമാക്കാൻ പറ്റും ജീവിതം. അപ്പോൾ നമുക്ക് ഇതാണ് കായും പരിപ്പും കൂടിയുള്ള ഒരു കൂട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു രസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ല അപ്പോൾ കഴിഞ്ഞു. ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും ഞാൻ, അത്രയേ ഉള്ളൂ. ഇന്നത്തെ കുറച്ച് മീൻകറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്.